വല്യാറ അഗ്രോ ഓർഗാനിക് ഹൈടെക് ഫാം കോട്ടയം ജില്ലയിലെ പരിപ്പ് എന്ന പ്രദേശത്താണ് പ്രവർത്തിച്ചു വരുന്നത്. ശ്രീ ജേക്കബ് ചാക്കോ എന്ന കൃഷിസ്നേഹിയും സർവോപരി ഒരു NRI-കാരനുമായ ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ പൂവണിയുകയാണ് വല്യാറ അഗ്രോ ഓർഗാനിക് ഹൈടെക് ഫാം എന്ന ഈ സംരംഭത്തിലൂടെ. ഇദ്ദേഹത്തിനൊപ്പം കുടുംബത്തിന്റെയും ഇവിടുത്തെ ജോലിക്കാരുടെയും സത്യസന്ധമായ സേവനത്തിന്റെ ഫലമാണ് ഇന്ന് ജനങ്ങൾക്കിടയിൽ വല്യാറ ഫാം പ്രശസ്തിയാർജിച്ചിരിക്കുന്നത്. വളരെ ഗുണമേന്മയേറിയ ജൈവ കൃഷികൾ, ആടുകൾ, താറാവുകൾ, നല്ല ഇനം മുട്ടക്കോഴികൾ, ഇറച്ചിക്കോഴികൾ, അലങ്കാരക്കോഴികൾ, കരിങ്കോഴികൾ, വിവിധ ഇനം മത്സ്യങ്ങൾ എന്നിവ ഇവിടുത്തെ പ്രത്യേകതയാണ്. അഞ്ച് വർഷമായിട്ട് ഞാൻ ഈ നമ്മുടെ നാട്ടിലെ ക്യാൻസർ പേഷ്യൻസിൻ്റെ ആ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് ഓർഗാനിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ട് 5 വർഷമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ വന്ന് ഇങ്ങനൊരു തെങ്ങും തോപ്പ് മേടിക്കാനും അതിലേക്ക് പണി തുടങ്ങാനും എനിക്ക് സാധിച്ചത്. അതിനുശേഷം നല്ല ഒരു സ്റ്റാർട്ടിങ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും കാര്യമായ സപ്പോർട്ടുകളുണ്ട്. നല്ല രീതിയിൽ നല്ല മുട്ടയുണ്ടാക്കാനും നല്ല എഗ്സിൻ്റെ നല്ല ക്വാളിറ്റി എഗ്സ്, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലും നല്ല എഗ്സാണ് അവർ ചോദിച്ച് മേടിക്കുകയാണ്, തികയുന്നില്ല മുട്ട. അപ്പോൾ അത് കണക്ക് നല്ല പ്രിസ്ക്രിപ്റ്റഡ് ഇല്ലാത്ത കോഴി ഇറച്ചി, അത് കണക്ക് നല്ല താറാവ്, നല്ല താറാമുട്ട, അത് കണക്ക് നല്ല ഇനം ആട്ടിൻ കുട്ടികളെ വിൽക്കാനും നല്ല ഫിഷ് ആൾക്കാർക്ക് കൊടുക്കാനും ഒക്കെ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. ഓർഗാനിക് മുട്ടകൾ, മീൻ അച്ചാർ, കുടംപുളി, ശുദ്ധമായ വെളിച്ചെണ്ണ തുടങ്ങിയവ വിപണിയെ ലക്ഷ്യമാക്കി ഒരുങ്ങിത്തുടങ്ങി. അവധിക്കാലത്ത് വിദേശത്തു നിന്നും നാട്ടിലെത്തുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും സേവനം മിസ്റ്റർ ജേക്കബ് ചാക്കോയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
കൃത്യമായ നമ്മുടെ പ്രസൻസ്, നമ്മുടെ അഡ്വൈസിങ് നമ്മളെ കൊണ്ട് എന്ത് കഴിയാവോ അത് ചെയ്യുക. അതായത് രാവിലെ എഴുന്നേൽക്കുക, നമ്മൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് എന്തൊക്കെ ചെയ്യാം, കൃത്യമായിരിക്കണം, എല്ലാം ഒരുമാതിരി വൃത്തിയായിട്ട് കിടക്കണം, ഒട്ടും സ്മെല്ലോട്ടാകാൻ പാടില്ല. ആ രീതിയിലാണ് നമ്മുടെ പോക്ക്. അല്ല ജോലിക്കാർ ചെയ്തോട്ടെ, പക്ഷേ എല്ലാം ഒന്നും എനിക്ക് കയറി ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. പക്ഷേ എനിക്കൊരു ചങ്കുറപ്പുണ്ട്, ഇവരാരും ഇല്ലെങ്കിൽ ഈ പരിപാടി ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നു. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. കാരണം ഇപ്പം ജോലിക്കാരാണ്, അവർ അന്യ വീട്ടിൽ നിന്ന് വന്നവരാണ്, അന്യ സ്വഭാവക്കാർ. അവർക്ക് നാളെ നീ പോടാ എന്ന് പറയുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നോ പ്രോബ്ലം, ഞാൻ നിൽക്കും. ആ ഒരു സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് പ്രസ്ഥാനം തുടങ്ങാൻ പറ്റുമായിരുന്നില്ല. ഔഷധ ഗുണമുള്ള ഇറച്ചിക്കോഴികൾ ആരുടെയും മനം മയക്കുന്ന ഒന്നാണ്. എനിക്കിതിൻ്റെ അകത്ത് 100% സന്തോഷത്തോടുകൂടി ഇറങ്ങിത്തിരിച്ചതാണ്. അതിൻ്റെ കാരണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡോക്ടറാകാനൊന്നും പറ്റിയില്ലല്ലോ. ഇവിടെ ഒത്തിരി ക്യാൻസർ പേഷ്യൻ്റ് ഈ വിഷം മാത്രം കഴിച്ച് ക്യാൻസർ ആകുന്ന ഒരു സാഹചര്യം വരികയാണ്. എന്നെക്കൊണ്ട് എല്ലാവരുടെയും ക്യാൻസർ മാറ്റാനോ അല്ലെങ്കിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനോ പറ്റത്തില്ല. പക്ഷേ എന്നെക്കൊണ്ട് എന്ത് കഴിയും? ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്തിനാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. കാരണം എല്ലാവർക്കും പണം കൊടുത്ത് സഹായിക്കാനോ എല്ലാവരെയും സംരക്ഷിക്കാനോ ഒരു വ്യക്തിക്ക് സാധിക്കത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ വരുന്നവർക്ക് താമസിക്കാനുള്ള ഒരു കോട്ടേജും ഒരുക്കിയിട്ടുണ്ട്. 2 ബെഡ്റൂം, ലിവിംഗ്, ഡൈനിങ്, ബാത്റൂം, കിച്ചൺ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഇതിൽ ലഭ്യമാണ്. പൂർണ്ണമായും സെക്യൂരിറ്റി ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് ഈ ഫാം. വല്യാറ കൺസ്ട്രക്ഷൻ ഇതിനോടകം ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. മനോഹരമായ വീടുകൾ, ബിൽഡിംഗ് സമുച്ചയങ്ങൾ തുടങ്ങി വലിയ വലിയ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. എൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പോകാനുള്ള ഒരു രീതിയാണ് എൻ്റെ കയ്യിൽ. എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരായിരിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർ. അല്ലാത്ത ഒരാളിനെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർ വിശ്വാസമായിട്ടേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യത്തുള്ളൂ. ഞാൻ എല്ലാ സ്പോട്ടിലും കൃത്യമായിട്ട് ഓടിയെത്തും. എന്ത് ആണെന്ന് പറഞ്ഞാൽ നാളെ ശനിയാഴ്ച ഒരു വീടിൻ്റെ കല്ലിടിയിലാണ്. അപ്പം 6 മാസത്തിനുള്ളിൽ ആ വീടിൻ്റെ പണി തീർത്തു കൊടുക്കണം. ഫുള്ളി വർക്കാണ്. അതായത് മതിൽ മുതൽ ഗേറ്റ് മുതലുള്ള ഫുള്ളി വർക്കാണ് എടുത്തിരിക്കുന്നത്. 6 മാസത്തിനുള്ള വർക്ക് തീർത്തു കൊടുക്കണം. അത് കൊടുത്തിരിക്കും. ക്വാളിറ്റി വർക്കാണ് ചെയ്യുന്നത്, ഉത്തരവാദിത്തോടെ ചെയ്യും.
അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ലൈസൻസ് എടുക്കാത്തതും ഗവൺമെൻറ് വർക്ക് എടുക്കാത്തതും. അവർ ഗവൺമെൻറ് മോശമാണെന്നോ ഗവൺമെൻറ് നമുക്ക് നല്ലതൊക്കെ ചെയ്തു തരുന്നുള്ളൂ, പക്ഷെ എന്നാലും ഗവൺമെൻറ് വർക്ക് വേണ്ട എന്നൊരു നിലപാടിൽ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡ് ഇവിടുന്ന് വളർന്നാൽ അത് ഏത് രാജ്യത്തോട്ട് കൊണ്ടുവന്ന് വേണ്ടി അഡോപ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ പിള്ളേർക്ക് സാധിക്കണം. ആ രീതിയിലാണ് എൻ്റെ പോക്ക്. വല്യാറ ഫാമിൽ വരുന്നവർക്ക് ട്രാൻസ്പോർട്ടിംഗ് ലഭ്യമാണ്. കൂടാതെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ ക്വാഡ് ബൈക്കും തയ്യാറാണ്. ഈ ഫാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ വല്യാറ അഗ്രോ ഓർഗാനിക് ഹൈടെക് ഫാം, പരിപ്പ്, കോട്ടയം. ഫോൺ 8547 807486 92074 78890.